അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ജുമുഅ മുബാറക്ക് നേരുന്നു. കെയ്റോയിലെ ശ്മശാന നഗരമായ ഖറാഫക്കടുത്ത് സയ്യിദ ആയിഷയിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഒരു ഇടവഴി റോഡിലേക്കാണ് നാം കടന്നിരിക്കുന്നത്. വീതി കുറഞ്ഞ വൃത്തിയില്ലാത്ത ഒരു റോഡിലേക്ക്. ഇരുവശവും മാലിന്യങ്ങൾ കൂടിക്കിടക്കുന്നുണ്ട്. മാലിന്യങ്ങൾ പക്ഷേ എപ്പോഴും വെറും മാലിന്യങ്ങളിലേക്കായിരിക്കില്ല നമ്മെ നയിക്കുക. ചിലപ്പോൾ അത് നയിക്കുന്നത് മാണിക്യത്തിലേക്കായിരിക്കും. ഇവിടെ അങ്ങനെയാണ്. കാരണം ഈ വഴി നമ്മെ എത്തിക്കുന്നത് അഹ്ലുൽ ബൈത്ത് റോഡിലേക്കാണ്. അതിൻ്റെ തുടക്കത്തിൽ തന്നെയാണ് നാം പറഞ്ഞു വരുന്ന മാണിക്യം. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. നഫീസത്തു മാലയിൽ നാം കേട്ടു പരിചയിച്ച, ത്യാഗത്തിൻ്റെ പര്യായമായി ജീവിച്ച, സ്വന്തം ഖബർ ഒരുക്കി വെച്ച് അതിലും പരിസരത്തുമായി ജീവിതകാലം മുഴുവനും ആരാധനാ നിമഗ്നയായി അള്ളാഹുവിന് സമർപ്പിച്ച, അറിവിൻ്റെ വാനത്തെ സ്ത്രീ നക്ഷത്രമായി ശോഭിച്ച, ഹിജ്റ 3-ാം നൂറ്റാണ്ടിൻ്റെ ആത്മീയ അംഗീകാരങ്ങൾ വേണ്ടുവോളം നേടിയ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹായുടെ ഖബറും പള്ളിയും ഇവിടെയാണ്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായ സെയ്ദ് എന്നവരുടെ മകൻ ഹസൻ എന്നവരുടെ മകളാണ് സയ്യിദ നഫീസ റളിയല്ലാഹു അൻഹ. പരിശുദ്ധ മക്കയിലായിരുന്നു അവരുടെ ജനനം. ഹിജ്റ 145 റബീഉൽ അവ്വൽ 11. അവരുടെ 5-ാം വയസ്സിൽ സകുടുംബം മദീന മുനവ്വറയിലേക്ക് ജീവിതം മാറി. മദീന മുനവ്വറ വിജ്ഞാനത്തിൻ്റെയും ആത്മീയതയുടെയും എക്കാലത്തെയും കേന്ദ്രമായിരുന്നു. പൊതുവെ പുരുഷ കേന്ദ്രീകൃതമായ ഈ വട്ടങ്ങളിലേക്ക് അത്ഭുതമെന്നു പറയട്ടെ, ഈ പെൺകുട്ടി ആകർഷിക്കപ്പെടുകയായിരുന്നു. ഒരു പെണ്ണിന് എത്താവുന്ന അത്ര അടുത്തേക്കിരുന്ന് അവർ അറിവും ആത്മീയതയും നേടി. ജീവിതം പെൺതാരുണ്യം പ്രാപിച്ചതും അവർ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ തന്നെ കുടുംബാംഗമായ ഇസ്ഹാഖുൽ മുഅ്തമിനിൻ്റെ മണവാട്ടിയായി. ആ വല്ലരിയിൽ 2 സൂനങ്ങൾ വിരിഞ്ഞു, ഖാസിമും ഉമ്മു കുൽസൂമും. ഇനിയുമുണ്ട് ആ ജീവിതത്തെക്കുറിച്ച് പറയാനും കേൾക്കാനും.